പ്രിയമുള്ളവരെ, വചനജ്വാല 1511 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ 20 തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ജപമാല മാസാചരണം 20-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യം. കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യബലിക്ക് തുല്യമാണ്. ഭിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത്. എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. നീതിമാന്റെ ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാന്റെ ബലി സ്വീകാര്യമാണ്. അത് വിസ്മരിക്കപ്പെടുകയില്ല. കർത്താവിനെ മനം തുറന്നു മഹത്വപ്പെടുത്തുക. ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ലുപ്ത് കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. അത്യുന്നതൻ നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക. കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നതാണ്. അവിടുന്ന് 7 ഇരട്ടിയായി തിരികെ തരും. കർത്താവിന് കൈക്കൂലി കൊടുക്കരുത്. അവിടുന്ന് സ്വീകരിക്കുകയില്ല. അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത്. കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല. തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളെയോ അവിടുന്ന് അവഗണിക്കുകയില്ല. തന്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകുകയില്ലേ? കർത്താവിനെ പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിൽ എത്തുന്നതുവരെ അവൻ സ്വസ്ഥനായിരിക്കുകയില്ല. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങുകയില്ല. കർത്താവ് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല. അവിടുന്ന് നിർദ്ദയന്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യും. ധിക്കാരികളുടെ കൂട്ടത്തിൽ നിർമ്മാർജ്ജനം ചെയ്യുകയും അനീതി പ്രവർത്തിക്കുന്നവരുടെ ചെങ്കോൽ തകർത്തു കളയുകയും ചെയ്യും. മനുഷ്യന് പ്രവർത്തിക്കത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിനനുസരിച്ചും അവിടുന്ന് പ്രതിഫലം നൽകും. തന്റെ ജനത്തിന്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് തന്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കും. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറുപോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ്. ദൈവത്തിന്റെ തിരുവചനമാണ് നാം കേട്ടത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ
ബെർട്ടില്ല മേരി ബൊസ്കാർഡിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. വിശുദ്ധ ഡൊറോത്തിയുടെ അധ്യാപകർ അഥവാ തിരുഹൃദയത്തിന്റെ പുത്രിമാർ എന്ന സന്യാസ സഭയിലെ അംഗമായി ബെർട്ടില്ല വടക്കേ ഇറ്റലിയിൽ ബ്രൻഡോള എന്ന സ്ഥലത്ത് ജനിച്ചു. അന്ന ഫ്രാൻസ് എന്ന ജ്ഞാനസ്നാന നാമമുള്ള അനാറ്റ എന്ന് വിളിച്ചിരുന്ന ഗ്രാമീണ പെൺകുട്ടി വീട്ടുവേലക്കാരിയായി ജോലി ചെയ്തിട്ടുണ്ട്. വികാരിയച്ഛന്റെ നിർബന്ധപ്രകാരം പിന്നീട് മഠത്തിൽ ചേരുകയാണ് ഉണ്ടായത്. മഠത്തിലും കുറെ കാലം അലക്ക്, കുശിനിപ്പണി ഇവയാണ് ചെയ്തിരുന്നത്. പിന്നീട് ആതുര ശുശ്രൂഷയിലേക്ക് കടന്നു. അതിനുശേഷം രോഗിണിയായി. 22-ാം വയസ്സ് മുതൽ മരണം വരെ കഠിനമായ വേദന അനുഭവിച്ചു. ശസ്ത്രക്രിയകൾക്കൊന്നും വേദന ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല. 34-ാം വയസ്സിൽ നിത്യത പൂണ്ടു. പ്രിയമുള്ളവരെ, വിശുദ്ധ ബെർട്ടില്ല മേരി ബൊസ്കാർഡിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.